You what's up guys, welcome back to my channel. Hello dude. അപ്പം നമ്മൾ വീഡിയോ സീനെ ചെറുങ്ങയൊന്നും മാറ്റിയിട്ട് കാണുന്നില്ല, വീടിൻ്റെ സൈഡ് ഫുള്ള് ഒച്ചപ്പാടായിട്ട് വീഡിയോ ചെയ്യാനേ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ സീനെ ചെറുങ്ങയൊന്നും മാറ്റിയിട്ടുണ്ട്, നമ്മൾ ബാക്കിൽ കാണില്ലേ, അതാണ് നമ്മൾ ഗൈസ്, നമ്മൾ വീടാണ് ഗൈസ്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാൻ പറ്റുന്ന സം ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഗൈസ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് വെച്ചാൽ ചെറിയൊരു പ്രോ ലെവൽ, അത്ര പ്രോ ലെവലും ചെറിയൊരു പ്രോ ലെവൽ, അങ്ങനെയാണ് ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സംഭവം വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ഇട്ടല്ല എങ്ങനെ കൂടുതൽ വ്യൂവേഴ്സ് കിട്ടാം, പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ പേഴ്സണൽ അക്കൗണ്ട് മാറ്റിയിട്ട് ഒരു ക്രിയേറ്റർ അക്കൗണ്ട് പോലെ നമുക്ക് മാറ്റാമെന്നാണ് ഗൈസ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം പറയാൻ, പിന്നെ നമ്മളെ അക്കൗണ്ട് മാറ്റാൻ ചെറിയ മാറ്റങ്ങളും ഗൈസ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. വീട്ടിൽ കാണാൻ അത്ര ദിരവിക്കൊന്നും ചെയ്യില്ല, ചെറിയൊരു വീഡിയോ ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇൻസ്റ്റാഗ്രാമിൽ ടിപ്പ് എന്ന് വെച്ചാൽ സ്റ്റോറീസ് ഇടാൻ പറ്റിയ ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോറി ക്ലിക്ക് ചെയ്യുക. സ്റ്റോറി ഇടാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റർ മോഡ്, ഇപ്പോൾ നോർമൽ മോഡിലല്ല ക്രിയേറ്റർ മോഡ് എടുത്ത് നോക്കിയാൽ, ക്രിയേറ്റർ മോഡ് എടുത്താൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സാധാരണ ടൈപ്പ് ചെയ്യലുണ്ട്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ വൈറ്റ് കളർ വന്നിട്ടില്ല. വൈറ്റ് കളർ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഓരോരോ അക്ഷരത്തിന് ഓരോ കളറാക്കണം. അപ്പോൾ എച്ചിന് ഒരു കളറാക്കാൻ പറ്റും. അപ്പോൾ എച്ചിന് കളറാക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യലെന്ന് വെച്ചാൽ എല്ലാം കൂടി സാധാരണ കളറാക്കണമെങ്കിൽ സ്ഥലത്ത് ഉള്ളെങ്കിൽ കളർ മാറ്റും. അപ്പോൾ നമ്മൾ ഓരോരോ അക്ഷരത്തിന് ഓരോ കളറാക്കണം. അപ്പോൾ ഓരോ അക്ഷരം ഓരോ കളർ സാധാരണ ചെയ്യാന്ന് വെച്ചാൽ ഓരോരോ അക്ഷരം സെലക്ട് ചെയ്യും ഗൈസ്. ഓരോ അക്ഷരം സെലക്ട് ചെയ്താൽ സാധാരണ നമ്മൾ കളറാക്കില്ല. ഇപ്പോൾ ഓരോ അക്ഷരം സെലക്ട് ചെയ്യുമ്പോൾ എച്ച് ആ സെലക്ട് ചെയ്ത് എച്ച് ഒരു ബ്ലൂ കളർ ഗ്രീൻ കളർ കൊടുത്ത്, അപ്പോൾ ഈ സെലക്ട് ചെയ്ത്, അപ്പോൾ ഈ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വേറെ കളർ കൊടുക്കുക. ഇങ്ങനെ നമ്മൾ സാധാരണ ചെയ്യല്. ഇത് ഭയങ്കര പാടാണ് ഗൈസ്. ഓരോ അക്ഷരത്തിനും ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പറ്റുന്ന ഈസി ടിപ്പാണ് ഗൈസ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ സ്റ്റോറി ടൈപ്പിന് അട്രാക്റ്റീവായി തോന്നുന്നു ഗൈസ്. അപ്പോൾ അത് അട്രാക്റ്റീവ് തോന്നാൻ വേണ്ടി ഈ ടിപ്പ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എല്ലാം കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം അക്ഷരം സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ഫുൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ കളർ ഉണ്ട്, ഈ സർക്കിൾ കളർ ഉണ്ട്, ആ കളർ നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്ത് അമർത്തി പിടിക്കുക. അമർത്തി പിടിച്ച് ഇങ്ങനെ വരും ഗൈസ്. അമർത്തി പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. ഈ സെലക്ട് ചെയ്ത് ബാർ ഉണ്ട് ഗൈസ്, ആ ബാർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. ട്രാൻസ്ലേറ്റർ ഈ ബാർ ഉണ്ട്, ഈ ഗ്രീൻ കളർ ബാർ ഉണ്ട്, ഈ ബാർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. അതേസമയം ഈ കളർ ഇതേ സമയം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. അതാണ് ഗൈസ് ആയി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് പ്രയാസമാണ് ഗൈസ്. അപ്പോൾ ഇത് വേഗം നീക്കം ചെയ്താൽ കുറച്ച് കിട്ടും ഗൈസ്. അപ്പോൾ ഇത് കാണിച്ചില്ല ഗൈസ്. അപ്പോൾ എനിക്ക് ടേബിൾ ചെയ്യാൻ പറ്റും. ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അക്ഷരം കളർ കാണില്ല ഗൈസ്, ഓരോ അക്ഷരം ഓരോ കളർ. നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി കാണിച്ചിട്ടാണ് കഴിയാൻ വേണ്ടി നോക്കാം. നിങ്ങൾക്ക് ടേബിൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന കൈ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ നമ്മൾ സെലക്ട് ഓൾ വെക്കുക. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇരുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. കളറ് റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിന് ലോങ് പ്രസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് പെട്ടെന്നാക്കണം ഗൈസ്. ലോങ് പ്രസ് ഇങ്ങനെ ആളായി പോകും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആയി കൊടുക്കുക. ചേട്ടി സാളി പിന്നെയും പോയി പാടാണ്, കുറച്ച് പ്രാക്ടീസ് ചെയ്യണം ഗൈസ്. അപ്പോൾ അതിന് തന്നെ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ആക്കുക ഗൈസ്. ആവുന്നില്ല. നെക്സ്റ്റ് ആവുന്നില്ല. നെക്സ്റ്റ് എന്താ ഞാൻ ആക്കും ഗൈസ്. കമോൺ. അയ്യോ പോയി, ഫോക്കസ് ആവുന്നില്ല ഗൈസ്. ഇതായി ആവുന്നിക്കാൻ. അയ്യോ ആയി ഞാൻ ഗൈസ്, പോയി ഇതാക്കും ഗൈസ്. എന്താ ഞാൻ ആക്കും. അയ്യോ ആവാത്ത ഗൈസ്. അതെന്താ ആവാത്ത? നിങ്ങൾ ലാസ്റ്റ് വരെ പോകണ്ട. എന്തായാലും പകുതിക്ക് ചെന്നു വേണ്ട, പകുതി ആയി വേണ്ട ഗൈസ്. ആയി. ഈ കാണില്ലേ ഓരോ അക്ഷരം പോലെ ഓരോ കളറായില്ലേ ഗൈസ്. എച്ച് ഇ എൽ എൽ ഇ ഓരോ അക്ഷരം പോലെ. അപ്പോൾ നമ്മൾക്ക് ശരിക്കും തിരിയുന്നില്ല. ഇത് നമുക്ക് ഒരു സ്റ്റൈലാക്കി നമുക്ക് ഇപ്പം ടൈപ്പിൻ്റെ കളർ നമുക്ക് മാറ്റാം ഗൈസ്. നമുക്ക് കാണിച്ചു തരാം ഗൈസ്. ടേബിൾ വെച്ചോടെ ഫോണ് കളർ മാറ്റാൻ ഓരോ ഇതിൻ്റെ ഷേപ്പ് മാറ്റണമെങ്കിൽ അക്ഷരത്തിൻ്റെ ടൈപ്പിൻ്റെ ഷേപ്പ് മാറ്റാൻ നമുക്ക് ശരിക്കും മാറ്റാം ഗൈസ്. അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇത് ശരിക്ക് സെലക്ട് ചെയ്താക്കാൻ പറ്റില്ല. അപ്പോൾ വലിയ അക്ഷരത്തിൽ നമുക്ക് സെലക്ട് ചെയ്താക്കാൻ പറ്റും. കാരണം ഈ ടൈപ്പ് റൈറ്റിൻ്റെ മോഡൽ വെച്ച് നമുക്ക് നല്ല ശരിയായ വൃത്തി നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതാകാണല്ലേ ഈ അക്ഷരത്തിൽ വെച്ച് നമുക്ക് വലിയ അക്ഷരത്തിൽ വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതാ നമ്മൾ വൈറ്റ് കളറാക്കി ശരിക്കും തിരിയും ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ഫസ്റ്റ് ടിപ്പ്. അപ്പോൾ ഗൈസ് നമ്മൾ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ നമ്മളെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ
ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ സാധാരണ നമ്മളെ പേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈനിലെ കൈസ് വരും. അപ്പോൾ നമ്മൾ എഡിറ്റ് പ്രൊഫൈൽ അങ്ങനെ വരും കൈസ്. നമ്മളിപ്പോൾ ഒരു കുറച്ച് അട്രാക്റ്റീവായി തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സെറ്റിംഗ് എടുത്താൽ കൈസ്. അപ്പോൾ നമ്മൾ ഇരുന്ന് ഈ സൈഡിലുള്ള വര വെക്കിയിട്ട് സെറ്റിംഗ് എടുക്കുക. സെറ്റിംഗ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളെ അക്കൗണ്ട് ഉണ്ട്, അക്കൗണ്ട് കാണുന്നില്ലേ, അക്കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളിതാ സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട്, സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കി കൊടുത്താൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് യു, ക്രിയേറ്റർ അക്കൗണ്ട്, ബിസിനസ് അക്കൗണ്ട്. നമ്മളിപ്പോൾ സാധാരണ ക്രിയേറ്റർ അക്കൗണ്ട് കൈസ് നമ്മൾ എടുക്കേണ്ടത്, ക്രിയേറ്റർ അക്കൗണ്ട് എടുക്കുക. ക്രിയേറ്റർ അക്കൗണ്ട് നെക്സ്റ്റ് കൊടുക്കാനും നമുക്ക് ഇഷ്ടം ഇതെല്ലാം നമുക്ക് കിട്ടും കൈസ്. സിംപ്ലിഫൈഡ് മെസ്സേജിങ് സിംപ്ലിഫൈഡ് ആയി കിട്ടും കൈസ്. ഫിക്സഡ് പ്രൊഫൈൽ കൺട്രോൾസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയി കൊടുക്കാം. നെക്സ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാറ്റഗറിയിലാണ് ക്രിയേറ്റർ അക്കൗണ്ട്, എന്ത് കാറ്റഗറി നിങ്ങൾക്ക് ഇഷ്ടം. ആക്ടർ ഉണ്ട്, ആർട്ടിസ്റ്റ് ഉണ്ട്, അതുണ്ട്, ബ്ലോഗർ, കോച്ച് ഉണ്ട്, കൊമഡിയൻ ഉണ്ട്, അങ്ങനെ പലതരം ഉണ്ട് ഗൈസ്. നമ്മളിപ്പോൾ എൻ്റെ ഇപ്പോൾ യൂട്യൂബർ ആയതുകൊണ്ട് വീഡിയോ ക്രിയേറ്റർ എടുക്കുക ഗൈസ്. വീഡിയോ ക്രിയേറ്റർ എവിടെയെങ്കിലും ഉണ്ടാവും. വീഡിയോ ക്രിയേറ്റർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീഡിയോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അപ്പോൾ ഡിസ്പ്ലേയുടെ കാറ്റഗറി ലാബ് ഡിസ്പ്ലേ ചെയ്യും ഗൈസ്. അപ്പോൾ ഇതാ യുവർ ക്രിയേറ്റ് അക്കൗണ്ട് ഈസ് റെഡി, റെഡി ആയിട്ട് കാണിക്കുന്നുണ്ട് ഗൈസ്. റെഡി റെഡി REDV വാട്ട് അക്ഷരം ഇൻസ്റ്റാഗ്രാമിൽ തെറ്റിപ്പോയി ഗൈസ്. അപ്പോൾ നമ്മൾ എഡിറ്റ് പ്രൊഫൈൽ എനിക്ക് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഗൈസ് നമ്മളെ വരിക. അപ്പോൾ നമ്മൾ അതിനാക്കി കൊടുത്താൽ നമ്മളെ ചേഞ്ച് ഫോട്ടോ ഹെല്ലർ ഡ്യൂഡ്. എൻ്റെ ഇപ്പോൾ ഇത് വേറെ അക്കൗണ്ട് ഗൈസ്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വേറെ അക്കൗണ്ടാണ് ഗൈസ് ഹെല്ലർ ഡ്യൂഡ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും മീഷോൺ ആപ്ലിക്കേഷൻ. ആ മീഷോൺ ആപ്ലിക്കേഷനിലൂടെയാണ് ഗൈസ് നമ്മൾ ഇതിനകത്ത് സാധനം വെക്കുന്നത്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ട്, ഇടാം, എൻ്റെ ബയോ ഇടാക്കി കൊടുക്കുക. അപ്പോൾ ഇതിലാണെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് നമുക്ക് പേജ് ഉണ്ടെങ്കിൽ ആടാ ഹെല്ലർ ഡ്യൂഡ് ആക്കി കൊടുക്കുക ഗൈസ്. കേട്ടോ ഗൈസ്, നമ്മളെ ഫേസ്ബുക്കും ഈ ക്രിയേറ്റർ അക്കൗണ്ടാണ്, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നമ്മളെ ലിങ്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കണ്ടിന്യൂ ആക്കി കൊടുക്കുക. കണ്ടിന്യൂ, കൺഫേം കണക്ഷൻ, കൺഫേം ആയിക്കോളും ഗൈസ്. ഞാനിപ്പം കാണിക്കുന്നില്ല ഗൈസ്, അത് ഭയങ്കര കുറേ സമയമാകും ഗൈസ്. നമ്മൾ ഫേസ്ബുക്ക് കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇൻഫോ, ഫോൺ നമ്പർ, മെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ആ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ വേണ്ട സാധാരണ അക്കൗണ്ട് എത്ര മാറ്റം ഉണ്ട് നോക്കിയായിട്ട് നിങ്ങൾ സാധാരണ നമ്മൾ എഡിറ്റ് പ്രൊഫൈൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എഡിറ്റ് പ്രൊമോഷൻ കൂടി വന്നിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മളെ സംഭവം. ഇവിടെ മേലത്തെ നമുക്ക് കാണാം ഗൈസ് 10 പ്രൊഫൈൽ വിസിറ്റ് ഇൻ ലാസ്റ്റ് 7 days. അപ്പോൾ നമ്മളിപ്പോൾ സൈഡിൽ ഈ സംഭവം നോക്കി കൊടുത്താൽ നമ്മളിപ്പോൾ ഇൻസൈറ്റ് ഉണ്ട് ഗൈസ്. ഇൻസൈറ്റ് നോക്കി കൊടുത്താൽ അപ്പോൾ നമ്മൾ ഈ ആഴ്ചത്തെ എന്തെല്ലാം സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടായി ഇൻസൈറ്റിലൂടെ കാണിക്കും ഗൈസ്. അതാണ് ഈ ഗൈസിൻ്റെ സംഭവം. നമ്മൾ കണ്ട ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി എടുത്ത് നോക്കിയാൽ നമ്മൾ എന്തുണ്ട് കണ്ട ഈ സാറ്റർഡേ ആക്ഷൻ ടേക്കൺ 10 അക്കൗണ്ട് യുവർ അക്കൗണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നില്ലേ കണ്ടാ ഡിസ്കവറി 10 ആൾക്കാർ 51 ആൾക്കാർ നമ്മൾ കണ്ടുപിടിച്ച ഓഡിയൻസ് നമ്മൾ ഇതിനകത്ത് പലതരം ഗ്രാഫ്. അപ്പോൾ ഈ സംഭവത്തിലൂടെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. കണ്ട ആദ്യത്തെ ഇത് കാണില്ലേ ഗൈസ്, ഇതാണ് സംഭവം. അപ്പോൾ ഈ നമ്മളെ ക്രിയേറ്റർ അക്കൗണ്ടിലേക്ക് മാറ്റിയാൽ ഒരു എൻ്റെ അക്കൗണ്ട് മാറ്റിയാൽ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കും ഗൈസ്. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മളിതിനകത്ത് മെസ്സേജിങ്ങിൻ്റെ സംഭവം എടുത്ത് നോക്കിയാൽ ഇതിനകത്ത് പ്രൈമറി മെസ്സേജിങ് കൊണ്ടും ജനറൽ മെസ്സേജിങ് അതെല്ലാം വന്നിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് സംഭവം. അപ്പോൾ ഇതിനെ മെസ്സേജിങ്ങിലും ശരിയായ മാറ്റം വന്നിട്ടുണ്ട് ഗൈസ്. ഇതാണ് സംഭവം. അപ്പം ഇതാണ് ഗൈസ് നമ്മളെ രണ്ടാമത്തെ ടിപ്പ്. അപ്പോൾ ഗൈസ് നമ്മളെ മൂന്നാം ടിപ്പ് വെച്ചാൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ പറ്റുന്ന ടിപ്പാണ് ഗൈസ്. മൂന്നാം ടിപ്പ് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ പ്രൊഫൈലിൽ നമ്മൾ പ്രൊഫൈൽ ഫോട്ടോ എന്ന് വെച്ചാൽ വെറും ഒരു സംഭവം അട്രാക്റ്റീവോ ഇല്ലാത്ത ഒരു പ്രൊഫൈൽ ഫോട്ടോ കേസ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേസ് നമ്മളെ ഈ ടിപ്പ് എന്ന് വെച്ചാൽ അതിന് വേണ്ടി നമുക്ക് വെച്ചാൽ നമ്മളെ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് പിക്സായിട്ട് ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ എടുക്കുക കേസ്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടുന്ന ഒരു ഫോട്ടോ എടുക്കുക കേസ്. നമുക്ക് വേണ്ടുന്ന ഞാനിപ്പോൾ ഇപ്പോൾ ഇതാണ് കേസ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. ഈ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഈ ചുറ്റും ഒരു സർക്കിളാക്കാം ഗൈസ്. ഒരു സർക്കിളാക്കി കൊടുക്കാം. അപ്പോൾ ഈ സർക്കിൾ വേണ്ടി നമ്മൾ സ്റ്റിക്കർ എടുക്കുന്നത്. സ്റ്റിക്കർ എടുത്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ നിയോൺ സർക്കിൾ അങ്ങനെ എന്തെങ്കിലും സർക്കിൾ അടിച്ചു ഗൈസ്. ഞാൻ ഇവിടെ നിയോൺ സർക്കിളാണ് ഗൈസ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പലതരം സർക്കിൾ വന്നിട്ടുണ്ട്, പലതരം നിറത്തിലുള്ള സർക്കിൾ. ഞാനിപ്പോൾ ഒരു ഗ്രീൻ സർക്കിളാണ് സെലക്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ നമ്മൾ ഗ്രീൻ സർക്കിൾ സെലക്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഗ്രീൻ സർക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ സർക്കിൾ നമ്മൾ ശരിയായ അളവിൽ വെച്ചെടുക്കുക ഗൈസ്. ശരിക്കും അളവിൽ വെച്ചെടുക്കുക. ഞങ്ങളുടെ ശരിയായ അളവിൽ വെച്ചെടുക്കുകയാണ് ഗൈസ്. ശരിക്കാവണം ഗൈസ്. അപ്പോൾ കുറച്ചും കൂടി ചെറുതാക്കാം. പോരാ, ആയില്ലേ ഗൈസ്? ആയില്ലേ? അപ്പോൾ നമ്മൾ ശരിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്യാം, ആക്കി ഗൈസ്. സംഭവം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാം ഗൈസ്. സേവ് ആക്കി കൊടുക്കുക, ഡൺ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുക്കുക, നമ്മൾ എഡിറ്റ് പ്രൊഫൈൽ എടുക്കുക, ചേഞ്ച് പ്രൊഫൈൽ ഫോട്ടോ എടുക്കുക, ന്യൂ പ്രൊഫൈൽ ഫോട്ടോ സെലക്ട് ചെയ്യുക. ന്യൂ പ്രൊഫൈൽ ഫോട്ടോ സെലക്ട് ചെയ്ത് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ച ഫോട്ടോ ഉണ്ട് ഗൈസ്. ആ ഫോട്ടോ വെച്ച് കറക്റ്റാക്കി ഇടാക്കി വെക്കുക. കറക്റ്റായില്ലേ? അപ്പം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് എടുക്കുക. ഇപ്പം നമ്മളെ പ്രൊഫൈൽ ഫോട്ടോ ശരിയായ അട്രാക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും ഗൈസ്. കാണിച്ചു തരാം. നല്ല പ്രൊഫൈൽ ഫോട്ടോ ആണല്ലേ ഗൈസ്? കാണുന്നു നിങ്ങൾ? ഒന്ന് ബ്ലറായി പോയിട്ടുണ്ട്. ഇപ്പോൾ കാണില്ലേ ഗ്രീൻ കളർ? ഇപ്പോൾ നമ്മളെ ക്ലോസ് ഫ്രണ്ട്സിനെല്ലാം ഗ്രീൻ കളറായിട്ട് തോന്നും. ക്ലോസ് ഫ്രണ്ട്സിൽ നമ്മളെ ഫ്രണ്ട്സിനെല്ലാം ക്ലോസ് ഫ്രണ്ട് ആക്കി വെച്ചാൽ നിങ്ങൾക്ക് കാണാം അവരെ ഗ്രീൻ കളറായിട്ട് ഒരേ സ്റ്റോറീസിൽ നമുക്ക് കാണാൻ കഴിയും ഗൈസ്. അപ്പം നമ്മൾ ഇതാണ് ഗൈസ് നമ്മളെ മൂന്നാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മളെ പ്രൊഫൈൽ ഫോട്ടോ വേറെ തന്നെ ഗ്രീൻ കളറിൽ വെച്ച് കാണും. ഞാനിത് സ്റ്റോറി ഇട്ട് കാണിച്ചു തരാം ഗൈസ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റോറി ഇടുക ഗൈസ്. എന്തെങ്കിലും സ്റ്റോറി ഇടുമ്പോൾ ഇപ്പം ഇടുക കേട്ടോ ഗൈസ്. നമ്മൾ ഇതന്നെ ഇടുക. ഞാൻ വെറുതെ ഇടുന്നു ഗൈസ്. ഷെയർ വെക്കുക, ഡൺ വെക്കുക, സ്റ്റോറി ഇട്ടു. അപ്പം ഞാൻ എൻ്റെ വേറെ അക്കൗണ്ട് സെലക്ട് ചെയ്യും. എൻ്റെ ശരിയായ അക്കൗണ്ട് സെലക്ട് ചെയ്യും ഗൈസ്. ഓക്കെ, അത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുക ഗൈസ്. അതുകൊണ്ട് അപ്പോൾ ഇവിടെ കാണില്ല നിങ്ങൾ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ഇത് കാണില്ല ഗൈസ്. ഒരു എന്താ ഇപ്പോൾ എന്ത് കളറാണ്? ഗ്രീൻ ബട്ടണിൻ്റെ ഗ്രീൻ സർക്കിളിൻ്റെ പുറത്ത് വേറെ ഒരു റോസ് സാധാരണ സർക്കിൾ. അപ്പോൾ ഇതിന് കുറച്ച് അട്രാക്റ്റീവ് ആയി തോന്നില്ല ഗൈസ്? ശരിയായിട്ടല്ലേ? സെറ്റ് സാധനമല്ലേ? അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ മൂന്നാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ. നമ്മൾ നാലാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മളിടുന്ന സ്റ്റോറി അധികം ആൾക്കാരും കാണുന്നില്ല. അങ്ങനെ കുറേ ആൾ പരാതിയും പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഇന്നത് ഇപ്പം നാലാമത്തെ ടിപ്പായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അധികം ആൾക്കാർ കാണാൻ വേണ്ടി നമ്മൾ സ്റ്റിക്കർ എടുക്കുക. സ്റ്റിക്കർ ചെയ്ത് മെൻഷൻ ക്ലിക്ക് ചെയ്യുക ഗൈസ്. മെൻഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെൻഷൻ ചെയ്യുക. കുറേ ആൾക്കാരെ മെൻഷൻ ചെയ്യുക. അടുത്ത ആളെ മെൻഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ ഇഷ്ടമുള്ള ആൾക്കാർ മെൻഷൻ ചെയ്യുക. ഇഷ്ടമുള്ള ആൾക്കാരെ തന്നെ വേണമെന്നില്ല, നമുക്ക് ആരെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. മെൻഷൻ ചെയ്ത് ഫുൾ ചെറുതാക്കി എല്ലാ മെൻഷനും ചെറുതാക്കി വെക്കുക. എല്ലാ മെൻഷൻ ചെറുതാക്കി വെച്ചാൽ ഇപ്പം നമ്മൾ ഈ മെൻഷൻ ചെയ്തില്ല അവർക്ക് പോവും, മെസ്സേജ് പോവും. ഞാൻ ഇട്ട പോസ്റ്റ് അവരെ മെൻഷൻ ചെയ്ത് വന്നിട്ട് ഒരു മെസ്സേജ് പോവും. അപ്പോൾ അത് മെൻഷൻ പോയാൽ അവർക്ക് എന്തിനാണ് ഈ പോസ്റ്റ് മെൻഷൻ ചെയ്തത്. അപ്പോൾ നമ്മൾ കാണാണ്ടിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മേലെ വേറെ ഒരു സംഭവം കൊണ്ട് വെക്കും ഗൈസ്. ഇതിൻ്റെ മേലെ വേറെ ഒരു സംഭവം. അപ്പോൾ ഇവിടെ കാണുന്നുണ്ട്, അവരെ മെൻഷൻ ചെയ്ത് കാണുന്നില്ല ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ ടിപ്പ്. അപ്പോൾ അവർ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്യും. പക്ഷേ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ മെൻഷൻ ചെയ്ത് കാണുന്നില്ല, ഇവിടെ മെൻഷൻ ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ടിപ്പ്. നമ്മൾ ഷെയർ ചെയ്താൽ നമുക്ക് ഈ മെൻഷൻ ചെയ്ത എത്ര ആൾക്കാർ മെൻഷൻ ചെയ്യും, നൂറാളെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ മെൻഷൻ ചെയ്ത ആൾക്കാർ വന്ന് നോക്കും. അപ്പോൾ 100 ആൾ നമ്മളെ സ്റ്റോറി കാണും ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ ടിപ്പ്, നാലാമത്തെ ടിപ്പ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്റ്റോറി ഇടുമ്പോൾ സ്റ്റോറി എടുക്കുക. സ്റ്റോറി നമുക്ക് ടൈപ്പ് ചെയ്യാമെന്ന് ചോദിക്കുക. ടൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇഷ്ടമുള്ളൊരു ഫോട്ടോ എടുക്കും ഗൈസ്. ഇഷ്ടമുള്ളൊരു ഫോട്ടോ, ബാക്കിൽ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോട്ടോ ഗൈസ്. ഇതെടുക്കുക, ഇങ്ങനെയൊക്കെ എടുക്കുക ഗൈസ്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ ഗുഡ് മോർണിംഗ് ആരെങ്കിലും വെച്ച് ടൈപ്പ് ചെയ്യില്ല ഗൈസ്. അവർക്ക് വേണ്ടി ടിപ്പ് ബാക്ക്ഗ്രൗണ്ട് ഫുൾ ബ്ലാക്ക് ആക്കുക. ബാക്ക്ഗ്രൗണ്ട് എല്ലാം ആ ഫോട്ടോനെ മേലെ ഒരു ലെയർ ബ്ലാക്ക് ആക്കി വെച്ചാൽ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ എന്തെങ്കിലും ഇഷ്ടമുള്ള നമ്മൾ എഴുതുക. അപ്പോൾ ഞാനിപ്പോൾ ന്യൂ വീഡിയോ റിലീസ്ഡ് അങ്ങനെ എന്തെങ്കിലും വെച്ച് എഴുതുക. ഉണ്ടാ കുറച്ച് അട്രാക്റ്റീവ് ആയില്ലേ ഗൈസ്? ഇതാണല്ലേ ന്യൂ വീഡിയോ ഓൺ യൂട്യൂബ്.
സെറ്റല്ല ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ ലാസ്റ്റ് ടിപ്പ് വെച്ചാൽ സെറ്റാക്കാൻ വേണ്ടി സെറ്റല്ല ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് വേണമെങ്കിൽ വലുതാക്കാം, ചെറുതാക്കാം ഗൈസ്. ഇതന്നെ മതി. അപ്പോൾ ഇതാ ന്യൂ പോസ്റ്റ് വീഡിയോ ഓൺ യൂട്യൂബ്. അപ്പോൾ നമുക്ക് കുറച്ച് ഗൈസ് ഇങ്ങനെ ആയി കൊടുക്കാം, എറോ മാർക്ക്. ഇതിൻ്റെ അപ്പുറത്ത് വേണമെങ്കിൽ ഇഷ്ടം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റോറി ഇതാണ് ഗൈസ് നമ്മളെ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റോറി നമുക്ക് ഇഷ്ടം ലിങ്ക് എന്തെങ്കിലും കൊടുക്കുക ഗൈസ്. ഇതാണ് ഗൈസ് നമ്മളെ ലാസ്റ്റ് ടിപ്പ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫുൾ കണ്ടിന്യൂ വിചാരിക്കും ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അപ്പോൾ എൻ്റെ ചാനൽ എന്തായാലും സബ് ചെയ്ത് ആരും കൊണ്ട് എന്തായാലും സബ് ചെയ്യണം ഗൈസ്, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സബ് ചെയ്യുന്നതിന് അടുത്തുള്ള ബെല്ലൈക്കും കൂടി വരിക, ബെല്ലൈക്കും കൂടി അമർത്തി കൊടുക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.